ഹായ് ഹലോ, ഈ ഒരു വ്ളോഗ് മെയ് 25 എടുത്തൊരു വ്ളോഗാണ്. നെടുമ്പാശ്ശേരി അടുത്തുള്ള ട്രീൻ ആൻഡ് ഹോട്ടലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. വ്ളോഗ് ഞങ്ങളുടെ ലൈഫിലെ ഒരു സ്പെഷ്യൽ മെമ്മറിയാണ്. എൻ്റെ ഹസ്ബൻഡ് ജോബിന് വേണ്ടിയിട്ട് ദുബായിൽ പോകുന്നതിൻ്റെ തലേ ദിവസം ക്യാപ്ചർ ചെയ്ത കുറച്ച് മൊമെൻറ്റ്സാണിത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ആൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേ ദിവസം കൊച്ചിയിൽ എയർപോർട്ടിന് അടുത്തായിട്ട് വരുന്ന ട്രീൻ ആൻഡ് ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എയർപോർട്ടിനടുത്ത് ക്ലീൻ കംഫർട്ടബിൾ ആയി സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു ഹോട്ടൽ ട്രീ 9 ഹോട്ടൽ കൊച്ചി നെടുമ്പാശ്ശേരി നിയർ എയർപോർട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞങ്ങൾക്ക് ആക്ച്വലി സ്റ്റേ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ഈവനിങ് എത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഞങ്ങൾ എയർപോർട്ടിലോട്ട് തിരിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സമയം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ റൂമിൽ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഒരു കോസി ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. കാരണം അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ബാത്റൂംസ് ഫെസിലിറ്റി ആയാലും എല്ലാം സർവീസ് എല്ലാം അടിപൊളിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂമാണുള്ളത്. അവിടെ നമുക്ക് എല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹെയർ വാഷ് ഉണ്ടായിരുന്നു, ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു, പിന്നെ ബോഡി സ്ക്രബ്ബറൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി സമയമൊന്നും റൂമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് തിരിച്ച് എയർപോർട്ടിൽ പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ടൈം മാത്രമേ റൂമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഹോട്ടൽസിലും ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ പോയിട്ടുള്ള ഹോട്ടൽസിലൊന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അതെല്ലാം ഉണ്ട്. നമുക്ക് അയൺ ബോക്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് റൂം എക്സ്പ്ലോർ ചെയ്യണം ആ ഒരു മൈൻഡ് സെറ്റിലൊന്നും അല്ലായിരുന്നു. കാരണം ഒരു പുതിയ ജേർണി തുടങ്ങുന്നതിൻ്റെ ഹാപ്പിനെസ്സും കുറച്ച് നാൾ ഹസ്ബൻഡുമായിട്ട് അകന്ന് നിൽക്കേണ്ടി വരുന്നതിൻ്റെ ഒരു സങ്കടവും അങ്ങനെ ഒരുമിച്ചുള്ള ഒരു മിക്സഡ് ഫീലിങ്ങിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ബട്ട് എവറി സാക്രിഫൈസ് ആസ് എ പർപ്പസ്. ഈ ഡിസ്റ്റൻസും നമ്മുടെ ഡ്രീംസിനും ഫ്യൂച്ചറിനും വേണ്ടിയിട്ടാണല്ലോ. സോ നമ്മുടെ വിഷമങ്ങളൊന്നും നമ്മളങ്ങനെ പുറത്തൊന്നും കാണിച്ചില്ല. ചോക്കുട്ടന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അവന് പിന്നെ ഓക്കെയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇതിന് മുന്നേ ബാംഗ്ലൂർ ആയിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ വരുന്നതുകൊണ്ട് അവന് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോക്കുട്ടനായിട്ട് കുറച്ച് നേരം ഒന്ന് എൻ്റെ ഹസ്ബൻഡ് സ്പെൻഡ് ചെയ്ത ശേഷം ആളുടെ വിഷമമൊക്കെ മാറ്റിയ ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റാർ സിംഗർ ആങ്കർ മിഥുനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് നേരത്തെ പോയതായിരുന്നു. അപ്പോൾ എമിറേറ്റ്സിലാണ് പോകുന്നത്. അപ്പോൾ ഈ മെമ്മറീസ് ഞങ്ങൾ എപ്പോഴും ചെറിഷ് ചെയ്യും. നിങ്ങളുടെ പ്രേയേഴ്സും സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വ്ലോഗ്. ഇഫ് യു ലൈക്ക്, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. And thank you for being part of our journey. Bye.